വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിന് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ എന്തിനാണ് ടക്ക് ഇടുന്നതെന്ന്. ആ ടക്ക് ഇട്ടാൽ അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനും റിപ്ലൈ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കാണിച്ചു തന്നിട്ട് അത് നമ്മൾ ഡാർട്ട് പിടിക്കുന്നത് എന്തിനാണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇങ്ങനെ നമ്മുടെ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ അല്ലോ. ഇപ്പം നമുക്കിവിടെ വേണ്ട ലെങ്ത് 14.5 ഇഞ്ചാണ്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു 15.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ചേർത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, 15 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യാം. അത് നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമുക്കിവിടെ ഒരു 5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ കാൽക്കുലേഷൻ ഒന്നും ഇപ്പം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. തന്നെയല്ല, നമ്മളിവിടെ ഡാർട്ടിൻ്റെ കാര്യം, ബാക്കിൽ ടക്ക് പിടിക്കുന്ന കാര്യം മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ 5 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ നമുക്ക് 5 ഇഞ്ച് തന്നെ കൊടുക്കാം. 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ചില ഡൗട്ടുകളൊക്കെ നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റ വാക്കിൽ മറുപടി പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സമയനഷ്ടം വരും. നമുക്ക് കുറേ ലെങ്തായിട്ട് അയക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുവാണെങ്കിൽ കുറേ പേർക്കും കൂടി, ഇങ്ങനെ ഡൗട്ടുള്ള കുറേ പേർക്കും കൂടി ഉപയോഗപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ഇവിടെ നമുക്കിവിടെ ഒരു 9.5 ഇഞ്ചാണ്. നമ്മൾ ലൈനിങ് ബ്ലൗസിനാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 5 ഇഞ്ചിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചിന് 2.5 ഇഞ്ച് ഹാഫ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് വെച്ചിട്ട് ഇതേപോലെ ഇവിടെയും ടച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം. ഓക്കെ ആയല്ലോ. ഇനി നമുക്കിവിടെ ആം ഹോൾ റൗണ്ട് ഒരു 8.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. തയ്യൽ തുമ്പ് ഒഴിച്ചിട്ട് ഓക്കെ ആയല്ലോ. നമ്മൾ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെക്കാണ്. നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് നമുക്കിവിടെ നെക്ക് വിടുത്തൊരു 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ്. അവിടെ നമുക്ക് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്കിവിടെ ലെങ്ത് വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 9.25 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 9.25 മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെഗിൻ്റെ ലെങ്താണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് ഇപ്പം നമുക്കിവിടെ ഇവിടെ കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് ബാക്ക് വശത്തേക്ക് വേണ്ടത്, അടിവശത്തേക്ക് വേണ്ടത്. അപ്പം നമ്മളിവിടെ 2.25 മാർക്ക് കൊടുത്തിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മൾ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് കൂടുതൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കുറച്ച് വൈഡായിട്ടുള്ള നെക്കിന് വേണ്ടിയിട്ടാണ് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ 2.25, ഇവിടെ 3.25. ഓക്കെ, ഇനി നമുക്കിത് ചേർത്ത് വരയ്ക്കാം. അല്ലേ, നമ്മൾ ഇത് ചേർത്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കിൻ്റെ വരച്ച് കൊടുക്കാം. കുറച്ച് ബ്രോഡായിട്ടുള്ളത് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആയല്ലോ.
ഇനി നമുക്കിത് അടിവശത്ത് നമ്മളിവിടെ വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഇവിടെ ഒരു 7.25 ഇഞ്ചാണ്, അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് ടക്ക്, 1 ഇഞ്ച് ടക്കിന് മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ടക്ക് പിടിക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ചേർത്ത് വരച്ചെടുക്കാം. നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ടക്ക് മാർക്ക് ചെയ്യുന്നത് നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ടക്കിന് ഇവിടെ 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്, അത് മറന്നു പോയത്. എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിനാന്ന് നോക്കാം. ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ എല്ലാം ഇത് നോച്ചിട്ട് കൊടുക്കാം. ടക്ക് മാർക്ക് ചെയ്യുന്നത് ഇതേപോലെ വെച്ചിട്ട് നമ്മളിവിടെ ആണല്ലോ 1 ഇഞ്ച് ടക്ക് മാർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് നമുക്കിവിടെ ടക്ക് മാർക്ക് ചെയ്യേണ്ട ഇതാണ്. അപ്പം നമ്മൾ ടക്ക് മാർക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഈ വരച്ചു കൊടുത്ത ലൈനില്ലേ, ആ ലൈനിലേക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. കറക്റ്റായിട്ട് ഇവിടെ അതിൻ്റെ സെൻറ്റർ കണ്ടില്ലേ, നമ്മൾ ഈ മടക്കി വെച്ചതിൻ്റെ കറക്റ്റ് സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ ഇത് എത്രയാണോ ഇതിൻ്റെ സെൻറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചിലത് നമ്മളിവിടെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇങ്ങനെ പകുതി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കരുത്, അങ്ങനെ പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. കാരണം നമ്മുടെ ഷോൾഡറിൻ്റെ പകുതി ആയിരിക്കത്തില്ല എപ്പോഴും നമുക്കിവിടെ അടിവശത്ത് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. ചില നെക്കുകൾക്ക് നമുക്ക് ചില നെക്കിനനുസരിച്ച് ഷോൾഡർ വ്യത്യാസം വരാം. കുറച്ച് വലിയ ഷോൾഡർ ആയിരിക്കാം, ഹൈ നെക്ക് ക്ലോസ്ഡ് നെക്കുകളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഷോൾഡറിന് വീതി കൂടും. ആ വീതി കൂടുന്ന സമയത്ത് നമുക്ക് സെൻറ്റർ കറക്റ്റ് ഈ സെൻറ്റർ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നോക്കാനായിട്ട് പാടില്ല. ടക്ക് പിടിക്കാൻ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലരെങ്കിലും എല്ലാവരും നല്ല ചിലരെങ്കിലും നമ്മളിവിടെ ഷോൾഡറിൻ്റെ സെൻറ്റർ നോക്കിയിട്ടാണ് ടക്ക് പിടിക്കുന്നത്. അങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഷോൾഡറിൽ എപ്പോഴും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ നമ്മുടെ നെക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും അനുസരിച്ച് ഷോൾഡർ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനേക്കാളെല്ലാം ഉപരി ക്ലോസ്ഡ് നെക്കും ഹൈ നെക്കുകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ ഷോൾഡറാണ് എടുക്കേണ്ടത്. ആ ഷോൾഡർ വരുമ്പോഴേ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഷോൾഡർ വിഡ്ത്തിന് നമുക്കിവിടെ വ്യത്യാസം വരും. അപ്പോൾ ആ വ്യത്യാസം വരുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ എടുക്കുമ്പോൾ നമുക്കിവിടെ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ കാര്യമേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ടക്ക് പിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് ഇല്ലേ, അതിൻ്റെ ഹാഫാണ് എടുക്കേണ്ടത്. അതിൻ്റെ സെൻറ്റർ ഒന്നുകിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് തന്നെ മാർക്ക് ഇങ്ങനെ ഹാഫ് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടേപ്പ് പിടിക്കുമ്പോൾ 8.25 വരുന്നത്. നമുക്ക് മുഴുവനായിട്ട് 8.25 ഈ തയ്യൽ തുമ്പ് ഒഴിച്ചിട്ട് 8.25 എന്നാൽ 8.25 പകുതി 4 ഇഞ്ചും ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ 4 ഇഞ്ച് ഒരു പോയിൻറ്റും അതേപോലെ തന്നെ മുകളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച് ഒരു പോയിൻറ്റ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് സെൻറ്റർ തന്നെയല്ലേ കിട്ടിയത്, നമ്മൾ ഈ മടക്കിയ ഭാഗം തന്നെയല്ലേ കിട്ടിയത്. ആ ഭാഗത്തേക്ക് നമുക്കിവിടെ നമ്മുടെ എത്രയാണോ ഇവിടെ ഞാനൊരു 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഒരു 4 ഇഞ്ച് ലെങ്ത് കൊടുക്കാം. നിങ്ങളുടെ ടക്കിൻ്റെ സംശയങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ 4 ഇഞ്ച് ലെങ്ത് എപ്പോഴും കൊടുക്കാനായിട്ട് പാടില്ല. നമ്മളിവിടെ ബെൽറ്റ് അടിച്ച് മറിക്കുന്നുണ്ടല്ലോ, ഇവിടെ താഴേക്ക് ബെൽറ്റ് അടിച്ച് മറിക്കുന്നുണ്ട്, അതിന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് കൊടുക്കാം, 4 ഇഞ്ച് കൊടുക്കാം. അങ്ങനെ അത് അളവുകളുടെ വ്യത്യാസത്തിലാണ് അങ്ങനെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മളിവിടെ കുറച്ച് ഇറങ്ങിയ കഴുത്താണ് ചെയ്യുന്നത്. ഇറങ്ങിയ കഴുത്ത് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ടക്ക് പിടിക്കുന്നതിൻ്റെ പ്രധാന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ സെയിം നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഇങ്ങനെ ഒരു നോച്ചിട്ട് കൊടുക്കാം, കറക്റ്റ് പിടിച്ചിട്ട് നോച്ചിട്ട് കൊടുക്കുക.
നമ്മളിവിടെയും കറക്റ്റ് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ 2 സൈഡിലും നമ്മൾ ഇതേപോലെ ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ലെങ്തിനും ഇവിടുത്തെ വിട്ടിനും ഒക്കെ നമുക്ക് എപ്പോഴും വ്യത്യാസം വരുത്തി വേണം ചെയ്യാനായിട്ട്. ഓക്കെ ആയല്ലോ. ഇവിടെ നമുക്കിവിടെ ഇവിടെ നമ്മൾ ടക്കിൻ്റെ ലെങ്ത് ഇവിടെ ടക്കിൻ്റെ വിട്ട് ഇവിടെ 4 ഇഞ്ച് കൊടുക്കും, 1/2 ഇഞ്ച് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ ഒരു കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ടക്ക് ഇടുന്ന എന്തിനാണെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണിത്. നമ്മൾ ഇതേപോലെ ഇറങ്ങിയ നെക്ക് ചെയ്യുമല്ലോ, ഇതേപോലെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് ഈ ഷോൾഡർ ഇങ്ങനെ അകന്ന് പോവും. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുള്ളി പഠിച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷേ ടക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നെക്ക് അകന്ന് കൊടുക്കും, കണ്ടില്ലേ? ഈ ആൾക്ക് ഒരു 16.5 ഇഞ്ച് ഷോൾഡർ ഉണ്ട്. ആ ഷോൾഡർ ഇങ്ങനെ കറക്റ്റായിട്ട് 16.5 ഇഞ്ചിൽ ഇങ്ങനെ ഷോൾഡർ ചെന്ന് നിൽക്കും. അപ്പം ഇങ്ങനെ അകന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ അകലുന്ന സമയത്ത് ഇവിടെ നമുക്ക് കുറച്ച് ഇതേപോലെ തുണി ഇങ്ങനെ കൂടി വരും. മനസ്സിലായല്ലോ? ഇതേപോലെ. അപ്പം ഇങ്ങനെ നെക്ക് അകന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഷോൾഡറിൽ പോയി നിൽക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ഇതേപോലെ ഇങ്ങനെ കൂടി വരും, കണ്ടില്ലേ? ഇതേപോലെ തുണി. അപ്പോൾ ഇത് നമുക്കിവിടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല പെർഫെക്ഷനോട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഈ ടക്ക് കറക്റ്റായിട്ട് പിടിക്കുക. ഓക്കെ, ടക്ക് പിടിച്ചപ്പോൾ കണ്ടോ? നമുക്കിവിടെ എന്താണ് നമ്മുടെ ബാക്ക് നെക്ക് കറക്റ്റ്, ബാക്ക് പാർട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മൾ കുറച്ച് നെക്ക് ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് 11 ഇഞ്ചൊക്കെ ഇറക്കുന്നവരുണ്ട്, ലെങ്തിനനുസരിച്ച്, അവരുടെ നീളത്തിനനുസരിച്ച്. അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു 9 ഇഞ്ചാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ 9 ഇഞ്ച് നമ്മൾ നെക്ക് നമ്മൾ വൈഡ് കൊടുത്തു കഴിഞ്ഞാൽ, അടിവശത്ത് വൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങിയ നെക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ അകന്നു പോകും. ഇവിടെ പിടുത്തം കുറച്ച് താഴേക്ക് ആകുമ്പം പിടുത്തം വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയും അകന്നതിന് ശേഷമാണ് നമ്മുടെ നെക്ക് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് വരുന്നത്? നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ തുണി ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യും? ഇവിടെ 2 എടുത്തായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ടക്ക് പിടിക്കും. ഓക്കെ, അപ്പോൾ ആ ടക്ക് പിടിക്കുന്ന സമയത്ത് നമുക്കിവിടെ ബാക്ക് ഭാഗം നല്ല ക്ലീൻ ആയില്ലേ? അപ്പം നമ്മളിവിടെ ടക്ക് പിടിക്കുന്ന സമയത്ത് ചെറിയ ടക്ക് പിടിക്കണോ വലിയ ടക്ക് പിടിക്കണോ അതൊക്കെ ഇതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ടക്കാണ് പിടിക്കുന്നതെങ്കിൽ, നമ്മൾ ഈ ടക്ക് പിടിക്കുന്ന സമയത്ത് 1/2 ഇഞ്ച് ടക്കാണ് പിടിക്കുന്നതെങ്കിൽ കറക്റ്റ് നമ്മളിവിടെ കേട്ടോ, നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഇത് മാറുകയും ചെയ്യും. കറക്റ്റ് നമുക്കിവിടെ നെക്ക് അകന്ന് കൊടുക്കും. നമ്മുടെ ബാക്ക് പാർട്ട് ടക്ക് പിടിക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. അത് തയ്ക്കുന്ന സമയത്ത് ഇവിടെ ക്ലിയർ ആയിക്കോളും. ഞാൻ ഇങ്ങനെ പിടിച്ച് കാണിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരത്തില്ല. അതിനാണ് നമ്മളിവിടെ ബാക്കിൽ ഒരു കാരണം ഇതാണ്, നമ്മൾ ബാക്കിൽ ടക്ക് പിടിക്കേണ്ട കാരണം. ചില ബ്ലൗസുകളിലൊന്നും ടക്ക് പിടിക്കാറില്ല. അപ്പോൾ ആ ടക്ക് പിടിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അതായത് കുറച്ച് കയറിയ നെക്കാണെങ്കിലും ഇവിടെ വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇവിടെ ടക്ക് ഇട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് വരത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് ബാക്കിലൊക്കെ നല്ല വണ്ണം ഉള്ളവർക്കും ഇതേപോലെ ഇറങ്ങിയ നെക്ക് ചെയ്യുന്നവർക്കും നമ്മൾ ഈ ഡാർട്ട് പിടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ഫിറ്റിങ്സ് കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ കുറച്ച് ലൂസ് ഇങ്ങനെ കിടക്കും. ഇവിടെ ലൂസ് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തോ ചെയ്യും? ഇവിടെ എല്ലാം പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കാരണം മനസ്സിലായല്ലോ, നമ്മൾ ഈ ടക്ക് പിടിക്കുന്നതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ നെക്ക് ഇറങ്ങിയതല്ല എന്നുണ്ടെങ്കിലും നമുക്കിവിടെ ബാക്ക് വശത്ത് നമ്മുടെ ഈ അപ്പർ വശത്ത് അടിവശത്ത് ഇങ്ങനെ ഭാഗത്ത് നമുക്ക് കുറച്ച് വണ്ണം ഉള്ളവരുണ്ടായിരിക്കും. ബാക്ക് വശം ഇങ്ങനെ കുറച്ച് വണ്ണം കൂടിയ ആൾക്കാരാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അപ്പോൾ ഈ ഭാഗത്ത് വണ്ണം കൂടുതൽ, ഈ ഭാഗത്ത് വണ്ണം കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് കുറച്ച് വണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ടക്ക് 1 ഇഞ്ചിൻ്റെ ടക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് വണ്ണം കിട്ടും. ഇവിടെ ഒതുക്കി തയ്ക്കുകയും ചെയ്യാം. അടിവശത്തേക്ക് നമുക്ക് കുറച്ച് വണ്ണം, വേസ്റ്റിൻ്റെ ഭാഗം വണ്ണം കുറവാണെങ്കിൽ നമുക്ക് ടക്ക് ഇടുന്ന സമയത്ത് ഇവിടെ ഒതുങ്ങിയും കിട്ടും, ഇവിടെ വണ്ണവും കിട്ടും. ഓക്കെ അല്ലോ? അങ്ങനെ ടക്കിന് കുറച്ച് ഏറെ ഗുണങ്ങളുണ്ട്. നമുക്ക് ബാക്ക് വശം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ടക്ക് പിടിക്കുന്നത് നല്ലതാണ്. അപ്പം ടക്ക് പിടിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇപ്പം ചോദിച്ച സബ്സ്ക്രൈബറിന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെയും കുറേ കാരണങ്ങളുണ്ട്. നമ്മൾ ഈ ടക്ക് ഇപ്പം മാർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. മാർക്ക് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ഹാഫ് എടുത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഒരിക്കലും ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കണക്കെടുക്കുകയോ ചെയ്യരുത്. ഷോൾഡർ നമുക്ക് വീതി കുറഞ്ഞ് വരാം, കൂടി വരാം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി വീതിയുള്ള നെക്കാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഹാഫ് ഇഞ്ച് ഇങ്ങോട്ട് മാറിയിട്ടേ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വ്യത്യാസം വരും.
ഹൈനെക്ക് വന്നാൽ അതുപോലെയാണ് ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഇവിടെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ വിഡ്ത്ത് കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും വ്യത്യാസം വരാം. അപ്പം അങ്ങനെ ഹാഫ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതൊന്നും ഷോൾഡറിൻ്റെ ഭാഗം ശ്രദ്ധിക്കുകയേ ചെയ്യേണ്ട. നമ്മളിവിടെ എത്രയാണോ എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പ് ഒഴിച്ച് അതിൻ്റെ ഹാഫ് എടുക്കുക. നമുക്ക് പിന്നെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതും അതും ഇത് നമ്മൾ കുറേ ഡ്രസ്സ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കിപ്പോൾ ഒരാൾ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസിലൂടെയാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് വീതി കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കണം. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് തുണി ഇങ്ങനെ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അതേസമയം നമ്മളിങ്ങനെ ലെങ്ത് കൂടിയായി എടുക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഒരു സൂചിയുടെ വ്യത്യാസത്തിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കയറണം. അപ്പം നമുക്ക് ബാക്ക് വശത്ത് അറിയാനൊക്കത്തില്ല. അപ്പോൾ കൂടുതൽ ലെങ്ത് എടുത്തിട്ട് ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ നമുക്കിവിടെ അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ വിഡ്ത്ത് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ പെതുക്കെ ഇങ്ങനെ വന്നാൽ കയറുക ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. നമ്മളിവിടെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ വീതി കുറച്ച് വന്നിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ തയ്ച്ചിങ്ങ് കയറുക. അപ്പം നമുക്കിവിടെ ബാക്ക് വശം ഡാർട്ട് പിടിക്കുന്ന നല്ല ഫിനിഷിങ് കിട്ടും. നമുക്ക് ബാക്ക് പാർട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഡാർട്ട് പിടിക്കുന്നത് എങ്ങനെയാണെന്നും അത് എന്തിനാണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.